പണ്ട് 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 തിളക്കൊന്നും ഇല്ലാത്ത നിറങ്ങളും ഇല്ലാത്ത ഒരു ലോകം ഉണ്ടായിരുന്നു. ആ ലോകം മുഴുവൻ കരി പിടിച്ച പോലെയായിരുന്നു. പക്ഷെ അവിടെ ജീവിച്ചിരുന്ന കുട്ടികൾ അങ്ങനെയല്ല. അവരുടെ ഉള്ളിൽ ആരും കാണാത്ത ഭംഗിയുള്ള നിറങ്ങളുള്ള ആത്മാക്കൾ ഉണ്ടായിരുന്നു. സന്തോഷം വന്നാൽ ആ നിറങ്ങൾ അവരുടെ കയ്യിലൂടെ പുറത്തേക്ക് ഒഴുകും, ചെറിയ വെളിച്ചം പോലെ. പക്ഷെ സ്കൂളിലെ ടീച്ചർമാർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. നിങ്ങൾ ഞങ്ങളെ പോലെ തന്നെ ആകണം, ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഒരു വികാരവും ഇല്ലാതെ കരി പിടിച്ച പോലെ ആയിരിക്കണമെന്ന് കുട്ടികളോട് പറഞ്ഞു. നിറങ്ങൾ കാണുമ്പോഴൊക്കെ അവരിത് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കി. ഒരു ദിവസം ഒരു മാഷ് ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, നിർത്തിക്കോ പെണ്ണെ, നീ നിറമൊക്കെ ഒഴിവാക്ക്. പക്ഷെ അവൾക്ക് അത് പറ്റിയില്ല. സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ കരയാൻ തുടങ്ങി. ആ കണ്ണുനീര് കണ്ടപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു ആൺകുട്ടിയുടെ ഹൃദയം നിറഞ്ഞു. അവൻ അവന്റെ കൈ നീട്ടി അവന്റെ കൈയിന്റെ ഉള്ളിലുള്ള നിറം അവൾക്ക് കൊടുത്തു. അവളുടെ കരച്ചിൽ പതുക്കെ മാറി. അവളുടെ കണ്ണിന്ന് വീണ്ടും വെളിച്ചം തെളിഞ്ഞു. അവർ രണ്ടുപേർക്കും നിറം വന്നു. ഇത് കണ്ട മാഷിന് ദേഷ്യം പിടിച്ചു. ഇവരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് കുട്ടികളെ ഭീഷണിപ്പെടുത്തി പ്രിൻസിപ്പലിനെ വിളിച്ചു പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ഒരു കാര്യം സംഭവിച്ചു. കുട്ടികളുടെ ഉള്ളിലെ നിറങ്ങൾ അപ്രത്യക്ഷമായതുപോലെ തോന്നി. അവരുടെ പിന്നിലൂടെ ആ നിറങ്ങൾ ചിറകുകളായി തിളങ്ങി മുകളിലേക്ക് പറന്നു. മാഷ് അവരെ പിടിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി കാവൽക്കാരെ ഏൽപ്പിച്ചു. പക്ഷെ കുട്ടികൾക്ക് പേടിയില്ലായിരുന്നു. അവരുടെ ഉള്ളിൽ നിന്ന് നിറങ്ങൾ വെള്ളച്ചാട്ടം പോലെ ഒഴുകി. സ്കൂൾ കെട്ടിടം മുഴുവൻ പ്രകാശത്തിൽ മുക്കി. ആ കാഴ്ച കണ്ട കാവൽക്കാർ പേടിച്ചോടിപ്പോയി. നിറങ്ങൾ പതുക്കെ മാഷിനെ വളഞ്ഞു. മാഷിനും അങ്ങനെ നിറം വരാൻ തുടങ്ങി. അവന്റെ ചാര നിറം ഇല്ലാതായി. അവസാനം കുട്ടികൾ പേടിയില്ലാതെ മുന്നോട്ട് നടന്നു.